ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗം. അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കും. ഏറെ ശ്രദ്ധേയമായ 3 കഥകൾ ലൂക്കാ സുവിശേഷത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. കാണാതെ പോയ ആടിൻ്റെയും കാണാതെ പോയ നാണയത്തിൻ്റെയും കാണാതെ പോയ മകൻ്റെ ധൂർത്തപുത്രൻ്റെയും കഥ. 3 കഥകളിലും തത്തുല്യമായ പരാമർശങ്ങളാണ് ഉള്ളത്. എന്നാൽ അതിൻ്റെ അവതരണ രീതിയിലും അത് ലക്ഷ്യം വയ്ക്കുന്ന മേഖലകളിലും അല്പമൊക്കെ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ഒരു യഹൂദനായ യുവാവ് ഈശോയെ കണ്ട് തൻ്റെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ചോദ്യത്തിന് ഈശോ കൊടുത്ത മറുപടിയാണ് ഒരുപക്ഷെ 3 കഥകൾ. കാണാതെ പോയ ആടിൻ്റെ കഥ പ്രത്യക്ഷത്തിൽ നമ്മളിൽ പ്രത്യേക വികാരമൊന്നും ഉണ്ടാക്കുന്നില്ല. ആദ്യ കഥയ്ക്ക് ശേഷമുള്ള 2ാമത്തെ കഥയിലെ പരാമർശം കൂടി ആകുമ്പോൾ നമുക്ക് ഏറെയൊന്നും വിചിന്തനം ചെയ്യാനില്ലാത്ത, ദൈവത്തിന് ഇടപെടാൻ പറ്റുന്ന മേഖലയെക്കുറിച്ചുള്ള ഒരു സൂചന നൽകി ആ കഥ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. 100 ആടുണ്ടായിരുന്ന ഇടയൻ നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടി കണ്ടെത്തുന്നു, തോളിലേറ്റുന്നു, സന്തോഷിക്കുന്നു, കൂട്ടുകാർക്ക് വിരുന്നൊരുക്കുന്നു. കാണാതെ പോയ നാണയം കിട്ടിയ സ്ത്രീ അയൽവാസികളെ വിളിച്ചുകൂട്ടി തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു, നാണയം കിട്ടിക്കഴിഞ്ഞപ്പോൾ. ഈ 2 കഥകളാണ് ഇന്ന് നമ്മൾ വചനവിചിന്തനത്തിന് വിധേയമാക്കുക. പക്ഷേ ആടിൻ്റെ ഉപമയിൽ യഹൂദർക്ക് ഏറെ സന്തോഷവും അവരുടെ ജീവിതചര്യയോട് ചേർന്ന് നിൽക്കുന്നതുമായ ആടിൻ്റെ കഥയ്ക്ക് മറ്റൊരു മർമ്മമുണ്ട് എന്നത് നമുക്ക് വചനവിചിന്തനത്തിന് സഹായകരമാണ്. ഇസ്രായേൽ ജനതയെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന ആട് വളർത്തലിൽ യഹൂദരുടെ ദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്. പൊതുവെ ഫലപുഷ്ടമല്ലാതിരുന്ന മരുഭൂമി സമാനമായ മണ്ണിൽ കൃഷിയേക്കാളും ജനത്തിന് വരുമാനദായകമായത് ആടുവളർത്തലായിരുന്നു. വലിയ മുതലാളിമാർ 1000-ഉം 5000-ഉം ഒക്കെ ആടിൻ്റെ ഉടമകൾ. അവർ ഇടയബാലന്മാർക്ക് ആടുകളെ വീതിച്ച് നൽകും, 100 വീതമുള്ള ആടുകൾ. ഈ ഇടയബാലന്മാർ ഒരു കഴുതയുടെ പുറത്ത് കയറി ഈ ആടുകളെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. കൂടെ ഒരു വേട്ടപ്പട്ടി ഉണ്ടാകും. അത്യാവശ്യം ടെൻ്റ് അടിക്കാനുള്ള വിഭവങ്ങളുമൊക്കെ കഴുതയുടെ മേൽ കെട്ടിവെച്ച് കഴുതപ്പുറത്ത് ഈ പയ്യൻ കയറിയിരുന്ന് യാത്ര ചെയ്യുകയാണ്. ആടുകളിൽ നിന്ന് യജമാനന്മാർക്ക് ലഭിച്ചിരുന്ന മുഖ്യ ആദായം അതിൻ്റെ രോമങ്ങളാണ്. രോമം കത്തിരിക്കുന്ന സമയമാകുമ്പോൾ അത് 3-4 മാസം കൂടുമ്പോഴാണ് ഈ ഇടയന്മാർ ആടുകളുമായിട്ട് തങ്ങളുടെ യജമാനൻ്റെ ഭവനത്തിൽ തിരിച്ചു വരും. അപ്പോൾ 100 ആടിൻ്റെ കണക്കാണ് അവർക്ക് കൊടുക്കേണ്ടത്. 100 ആടുകളിൽ കൂടുതലുണ്ട് എങ്കിൽ അതിൻ്റെ വില അവന് കിട്ടും. 100-ൽ കുറഞ്ഞു പോയാൽ അതിന് നഷ്ടം അവൻ കൊടുക്കണം. ഈ ഒരു കാഴ്ചപ്പാടിലാണ് ഈ കഥയിലെ ഇടയൻ ആടുകളുമായിട്ട് പോവുക. അവൻ്റെ 100-ൽ ഒരാടിനെ കാണാതെ പോയപ്പോൾ അവൻ്റെ വരുമാനത്തിലുണ്ടാകുന്ന നഷ്ടം, അതിനേക്കാൾ ഉപരി 3-4 മാസക്കാലം ഈ ആടുകളോടൊത്തുള്ള സഹവാസം, അത് അവന് മാനസികമായ ഒരു ബന്ധം ആടുകളുമായിട്ട് ഉണ്ടാക്കും. ആടുകൾക്കൊക്കെ പേരിട്ട് വിളിക്കുന്ന സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ നഷ്ടപ്പെട്ടു പോയ ആട് അവൻ്റെ വേദനയായിരുന്നു.
അതുകൊണ്ടാണ് കൂട്ടുകാരെ കൂട്ടി അവൻ നഷ്ടപ്പെട്ട ആടിനെ തേടി പോവുക. ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും സുഖകരമായ അനുഭവം, ഇടയൻ വിളിക്കുമ്പോൾ ആടുകൾ ഉറക്കെ കരയും. അതവരുടെ സന്തോഷത്തിൻ്റെ കരച്ചിലാണ്. ഈ ഉറപ്പുള്ളത് കൊണ്ടാണ് യഹൂദരുടെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ആടുകൾ നഷ്ടപ്പെടുമ്പോൾ നഷ്ടധൈര്യരാകാതെ ഇടയന്മാർ ആടുകളെ തേടി പോവുക. അതിൻ്റെ വിരിഞ്ഞു നിൽക്കുന്ന കൊമ്പുകൾ കുറ്റിക്കാട്ടിലൊക്കെ ഉടകിക്കഴിഞ്ഞാൽ മറ്റു ആടുകളോടുകൂടെ ഒരുമിച്ച് നീങ്ങാൻ അതിന് കഴിഞ്ഞെന്ന് വരില്ല. അതിൻ്റെ ഇടയിലെ പുൽനാമ്പുകളൊക്കെ കടിച്ച് അവിടെ നിൽക്കും. വൈകുന്നേരമാകുമ്പോഴും ഇടയനെ കാണാതായ ആട് ഉറക്കെ കരയും. ഈ പ്രതീക്ഷയോടെയാണ് ഇടയബാലൻ ആടിനെ അന്വേഷിച്ചിറങ്ങുന്നത്. ആടിനെ കുഞ്ഞേ കുഞ്ഞേ എന്ന് വിളിച്ച് കരയുന്ന ഒരു ഇടയനെ മലയാള സംഗീത ലോകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞേ കുഞ്ഞേ എന്ന് വിളിച്ചവൻ ഉറക്കെ വിളിക്കുമ്പോൾ ആടുകൾ എവിടെയാണെങ്കിലും അവൻ്റെ വിളി കേട്ട് പ്രതികരിക്കും. കാതോർത്ത് ചെവിയോർത്ത് അവൻ ആടിൻ്റെ അടുക്കിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് ഇടയൻ ആടിനെ കിട്ടുക. അങ്ങനെ ഇടയൻ ആടിനെ കിട്ടിക്കഴിയുമ്പോൾ അതിനെ തോളിലേറ്റും സന്തോഷം. ഇടയനാണ് ആടിനെ തേടി പോകുന്നത്. പക്ഷെ അവൻ്റെ പ്രതീക്ഷയ്ക്ക് കാരണം ആടിൻ്റെ കരച്ചിലാണ്. നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവുണ്ടാകുന്ന ആട് ഉറക്കെ കരയും. ഈ കരച്ചിലാണ് ആടിനെ ഇടയൻ്റെ പക്കലെത്തിക്കുന്നത്. ഈ ഒരു റോളാണ് ഇന്ന് ക്രിസ്ത്യാനികളായ നമുക്ക് നിറവേറ്റാൻ. ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള ആദ്യ അവബോധം നമുക്കുണ്ടാകും. നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവ് ഉറക്കെ കരയാൻ നമ്മളെ പ്രേരിപ്പിക്കണം. അത് ഇടയനെത്തുവോളം കരയണം. ഇടയൻ ചാരയെത്തി കുരുക്കുകളിൽ നിന്ന് വേർപെടുത്തി ഇടയൻ്റെ തോളിലേറുവോളം ആട് കരഞ്ഞുകൊണ്ടേയിരിക്കണം. ഈ പ്രതീക്ഷ നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. ഞാൻ നഷ്ടപ്പെട്ടവനാണെങ്കിൽ എന്നെ തേടി എത്തേണ്ടത് ഇടയൻ്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതി മിണ്ടാണ്ടിരുന്നാൽ ആടിനൊരിക്കലും ഇടയനെ തിരിച്ചു കിട്ടില്ല. ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്വ ബോധത്തെക്കുറിച്ചാണ്. നഷ്ടപ്പെട്ട ആ കുഞ്ഞാട് ഉറക്കെ കരഞ്ഞ് ഇടയനെ വിളിക്കണം. കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയിൽ ഏറെ പ്രത്യേകത ഉള്ള ഒരു റോള് അചേതന വസ്തുവായ നാണയത്തിന് ചെയ്യാനില്ല. പക്ഷേ യഹൂദ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 10 കൽപ്പനകളുടെ പ്രതീകമായ 10 നാണയങ്ങൾ കൊണ്ട് ഒരു മാലയുണ്ടാക്കി കഴുത്തിലിടുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുന്നത് ആ സ്ത്രീക്ക് വലിയ നൊമ്പരമാണ്. അതുകൊണ്ടാണ് അവൾ വീട് മുഴുവൻ അടിച്ച് തൂത്തുവാരി തൻ്റെ നഷ്ടപ്പെട്ടു പോയ ആ നാണയം തിരിയുക. ഇവിടെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ റോളാണ്. ദൈവം അങ്ങനെ ചെയ്യും. നാം നഷ്ടപ്പെട്ടവരാണെങ്കിൽ നമ്മെ ദൈവം തേടിയിറങ്ങുക തന്നെ ചെയ്യും. പക്ഷേ മറക്കാതിരിക്കുക, ഇടയൻ തേടിയിറങ്ങുമ്പോൾ കരയുന്ന ആടായിട്ട് നമ്മൾ മാറുമ്പോൾ മാത്രമാണ് ഇടയൻ്റെ പക്കലേക്ക് എത്താൻ സാധിക്കുക. അനുദപിക്കുന്ന പാപിക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ആടിൻ്റെ കരച്ചിലാണ്. തെറ്റിപ്പോയ വഴിയിൽ നിന്ന് ഇടയൻ്റെ ആലയിലേക്കുള്ള ഒരു മടക്കയാത്ര സ്വപ്നം കണ്ട് നമ്മളും കരയുന്നവരാണ്. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളുടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.